നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം നാളെ അറിയാം. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുക. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 354 പത്രികകളാണ് തള്ളിയത്. പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെതിരെയെല്ലാം അപരന്മാരുടെ വലിയ ഭീഷണിയുണ്ട്. അപരഭീഷണി ഒഴിവാക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് മുന്നണികൾ. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അരുണ്, നാളത്തോടുകൂടി ഏതാണ് ചിത്രം വ്യക്തമാകും. അപ്പോഴും ഈ അപരന്മാരുടെ ഭീഷണിയുള്ള നിരവധി മണ്ഡലങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ സൂക്ഷ്മ പരിശോധനയൊക്കെ പൂർത്തിയായല്ലോ. നാളത്തോടുകൂടി ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. നാളെ വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം. 3 മണിക്ക് ആ സമയം അവസാനിക്കുമ്പോൾ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെ മത്സര ചിത്രം വ്യക്തമാക്കും. എവിടെയൊക്കെയാണ് വിമതന്മാരുള്ളത്, എവിടെയൊക്കെയാണ് അപരന്മാരുള്ളത്. വിമതശല്യം കാര്യമായ മുന്നണികൾക്ക് ഇനി ഇല്ല എന്ന് തന്നെ പറയാം. ഉണ്ടായത് വിമതന്മാരെയൊക്കെ ഏറെക്കുറെ പൂർണ്ണമായും മാറ്റാൻ മുന്നണി നേതൃത്വങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപരന്മാർ വലിയ ശല്യം തന്നെയാണ് തീർക്കുന്നത്. അത് ഏറ്റവും മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ അത്തരം ശല്യമുണ്ട്. അതും പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഒന്നിലേറെ അപരന്മാരുണ്ട്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ നേതാവിനെയാണ് തനിക്കെതിരെ അപരനായി നിർത്തി. സാധാരണ രാഷ്ട്രീയത്തിന്റെ മാത്രം സജീവമല്ലാത്ത ആളുകളെയാണ് അപരന്മാരെ നിർത്താറ്. പക്ഷേ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ തന്റെ അപരനാക്കി ഇറക്കിയെന്നാണ് BJP നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചത്. മുഹമ്മദ് റിയാസിനും PV അൻവറിനും ബേപ്പൂരിൽ അപരന്മാരുണ്ട്. എല്ലാ മണ്ഡലങ്ങളും ഏതാണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ ഇത്ര അപര ഭീഷണിയുണ്ട്. നമുക്കറിയാം അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ അപരന്മാർ പിടിക്കുന്ന വോട്ട് നിർണായകമായി മാറും. ഒരു ആശ്വാസം രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കും സ്ഥാനാർത്ഥികൾക്കും ഉള്ളത്. നേരത്തെയൊക്കെ അക്ഷരമാലാ ക്രമത്തിലായിരുന്നു പേരുകൾ വന്നിരുന്നത് EVM-ൽ. പക്ഷേ ഇപ്പോൾ അതിനു പകരം മുന്നണി സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ പേര് ആദ്യം വരികയും സ്വതന്ത്രന്മാർ താഴേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ അപരന്മാർ അത്രത്തോളം ശല്യം ഉണ്ടാക്കില്ല എന്നൊരു ആശ്വാസമുണ്ട്. എങ്കിലും അപരന്മാർ പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ നിർണായകമായി മാറാം. അപരന്മാരെ ഏത് വിധേനയും പിൻവലിപ്പിക്കാനുള്ള തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് അവരെ മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാകും ഇനിയുള്ള മണിക്കൂറുകളിൽ മുന്നണി നേതാക്കളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ അപരന്മാർ വഴിയടച്ച നിരവധി സംഭവങ്ങളുണ്ട്. നിയമസഭയിലെത്താൻ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും അപരന്മാർ വഴി അടച്ച സംഭവങ്ങൾ ഉണ്ട്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടെങ്കിലും അപരന്മാർ പൂർണ്ണമായും മാറിയിട്ടില്ല. 3 മുന്നണികളും ഇത്തരത്തിൽ അപരന്മാരെ കണ്ടെത്തി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് അപരനായി ഒരു രാജീവ് കുമാർ ഉണ്ട് എന്നുള്ള വിവരമുണ്ട്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന് K പ്രശാന്ത് എന്നൊരു അപരൻ ഇപ്പോൾ തന്നെയുണ്ട്. ഇവരൊക്കെ സ്ഥാനാർത്ഥി പിന്മാറുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം. സുധീർ കരമനയ്ക്ക് സുധീർ രാജ് എന്ന ഒരു അപരൻ്റെ പേര് കേൾക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി നമുക്കറിയാം, അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാറിന് ശിവകുമാർ എന്ന പേരിൽ 2 അപരന്മാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വട്ടിയൂർക്കാവിലാകട്ടെ K മുരളീധരന് P മുരളീധരൻ എന്ന ഒരു അപരനുണ്ട്. വാമനപുരത്ത് DK മുരളിക്ക് അപരനായി ഒരു G മുരളീധരൻ നായരും പത്രിക നൽകിയ പശ്ചാത്തലമുണ്ട്. ചിറയൻകീഴിലെ NDA സ്ഥാനാർത്ഥി BS അനൂപും ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സിന്റെ സ്ഥാനാർത്ഥി B അനൂപും ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് K സുരേന്ദ്രൻ നായർ എന്ന ഒരു അപരനുണ്ട്. അങ്ങനെ അപരന്മാരുടെ ഒരു വിളയാട്ടം, ഞാൻ തലസ്ഥാന ജില്ലയിലെ മാത്രമാണ് പറഞ്ഞത്. അപരന്മാരുടെ വലിയ വിളയാട്ടം. K സുരേന്ദ്രനെതിരെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് തന്നെ അപരനായി നിൽക്കുന്നുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ അപരന്മാർ ഇത്തവണ എന്തൊക്കെ അത്ഭുതങ്ങൾ കാട്ടും, എന്തൊക്കെ വിസ്മയങ്ങൾ കാട്ടും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മുഖ്യമന്ത്രി